ഹൃദയവായ്പോടെ യാത്രയാക്കാൻ ഒരു സംഘം നിസ്വാർത്ഥ സേവകർ. വിശുദ്ധ കഅബാലയം കിനാവിൽ കണ്ട് പ്രാർത്ഥനാ മനസ്സുകളോടെ ഹജ്ജ് ക്യാമ്പിലെത്തുന്ന തീർത്ഥാടകരെ ഹൃദയവായ്പോടെ യാത്രയാക്കാൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുകയാണ് ഹജ്ജ് ക്യാമ്പിലെ നിസ്വാർത്ഥരായ ക്യാമ്പ് വളണ്ടിയർമാർ. നോവും നനവും നിറഞ്ഞ അനേകം ജീവിതോർമ്മകൾക്കിടയിൽ വിശുദ്ധ ഹജ്ജ് എന്ന സൗഭാഗ്യത്തിലേക്ക് യാത്രയാകുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും സഹായങ്ങളും നൽകി സ്നേഹസമൃദ്ധമായ ക്യാമ്പ് ഓർമ്മകൾ സമ്മാനിച്ച് തീർത്ഥാടകരുടെ പ്രാർത്ഥനാ മനസ്സുകളിൽ ഇടം പിടിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ. തീർത്ഥാടകർ ക്യാമ്പിലെത്തുന്നത് മുതൽ വിമാനം കയറുന്നത് വരെ എല്ലാ തലങ്ങളിലും സേവനത്തിനായി ഇവർ സജ്ജരാണ്. ലഗേജ് കൈമാറ്റം, രജിസ്ട്രേഷൻ, റിസപ്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അക്കമഡേഷൻ, ഫുഡ് ആൻഡ് സർവീസസ്, പ്രാർത്ഥനാ ഹാൾ, ഹൗസ് കീപ്പിംഗ്, മെഡിക്കൽ, ക്യാമ്പ് പരിസരത്തെ ട്രാഫിക് തുടങ്ങി 10-ലധികം വിഭാഗങ്ങളിലായി 24 മണിക്കൂറും ക്യാമ്പ് വളണ്ടിയർമാർ സേവന നിരതരാണ്. വളണ്ടിയർമാരുടെ പ്രവർത്തനം ഏറെ ഗുണകരമായതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. ഈ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നടത്താൻ കഴിഞ്ഞു എന്നതാണ് വസ്തുത. ഇത് ഇത്രയും വലിയ വിജയകരമായതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല സമർപ്പണത്തിന് തയ്യാറായ, മറ്റ് ഭൗതികമായ ഒരു താല്പര്യവും ആഗ്രഹിക്കാതെ ഈ ക്യാമ്പ് തുടങ്ങിയ അന്ന് മുതൽ അവസാനിക്കുന്ന ദിവസം വരെ സർവസജ്ജരായി അവരുടെ മറ്റുള്ള വ്യക്തിപരമായ എല്ലാ സൗകര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരു പറ്റം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ വോളണ്ടിയർമാർ, ആ സഹോദര സഹോദരിമാർ, അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഈ ക്യാമ്പ് ഇത്രയും നല്ല രീതിയിൽ വിജയിക്കുന്നതിലെത്തിയത് എന്നതിലൊരു സംശയവുമില്ല. രാവിലെ പുറപ്പെടുന്ന വിമാനത്തിലെ തീർത്ഥാടകരെ പുലർച്ചെ 2 മണിയോടെ വിളിച്ചുണർത്തി യാത്രക്ക് മുമ്പായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു നൽകി പറഞ്ഞുവിടുമ്പോൾ സമയം പുലർച്ചെ 4 മണി കഴിഞ്ഞു കാണും. അതുകഴിഞ്ഞ് പ്രഭാത പ്രാർത്ഥനയും കഴിഞ്ഞാണ് പലരും ചെറിയ വിശ്രമത്തിലേക്ക് നീങ്ങുന്നത്. വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് വളണ്ടിയർമാർ കാഴ്ചവെച്ചതെന്ന് ഹജ്ജ് കമ്മിറ്റി മെമ്പർ അഷ്കർ കോറാട് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയുടെ ഹജ്ജ് കമ്മിറ്റി നേതൃത്വത്തിൽ കരിപ്പിൽ പോകുന്ന ഹാജിമാർക്ക് വളണ്ടിയർമാരുടെ സേവനം പ്രശംസീയമാണ്. രാവും പകലും ഈ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ കരിപ്പൂർ ഹജ്ജ് ഹൗസിന് ഫസ്റ്റ് 50 വർഷം പോയെന്ന് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ രാവും പകലും നമ്മൾ വളണ്ടിയർമാർ ആത്മാർത്ഥ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ട് ഹാജിമാർക്ക് എന്താവശ്യം വന്നാൽ ഏത് സമയത്തും, രാവെന്നോ പകലെന്നല്ല, ഏത് സമയത്ത് വിളിച്ചാൽ വിളിപ്പാടകലെ നമ്മുടെ ഹജ്ജ് വളണ്ടിയർമാർ ഉഷാറായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രശംസനീയമാണ്. നമ്മുടെ ക്യാമ്പിൻ്റെ ആവേശം തന്നെ നമ്മുടെ വളണ്ടിയർമാരുടെ പ്രവർത്തനമാണ്. ജീവിത പ്രാരാബ്ദങ്ങളുടെയും ജോലിയുടെയും തിരക്കുകൾക്കിടയിലും ദിവസവും അല്പമെങ്കിലും സമയം കണ്ടെത്തിയാണ് പലരും ഹാജിമാരുടെ സേവനത്തിനെത്തുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുംബൈ മുസാഫർഖാന വഴി കപ്പൽ മാർഗം വിശുദ്ധ മക്കയണഞ്ഞ ത്യാഗത്തിൻ്റെ ഓർമ്മകളുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. നാഥന്റെ ക്ഷണം സ്വീകരിച്ച് വിശുദ്ധ ഭൂമി ഉൾവഹിച്ച് നീങ്ങുന്നവർക്കുള്ള സേവനത്തിൽ മറ്റൊന്നും ഇവർക്ക് തടസ്സമാകുന്നില്ല. തീർത്ഥാടന വഴികളിൽ താങ്ങായവർക്കുള്ള വേണ്ടിയുള്ള മനം നിറഞ്ഞ പ്രാർത്ഥനകൾ ഹജ്ജിന്റെ ഓരോ വഴികളിലും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് ഓരോ തീർത്ഥാടകനും വിമാനം കയറുന്നത്. ഹജ്ജ് കമ്മിറ്റി അംഗം അഷ്കർ കോറാട് ചെയർമാനായ സമിതിക്കു കീഴിലാണ് വോളണ്ടിയർ സംഘത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. ന്യൂസ് 10 കരിപ്പൂർ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.